ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിനത്തിനായിട്ട് കർത്താവിനെ നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇന്ന് പ്രഭാതത്തിൽ എനിക്കും ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗ് നേതൃത്വം വഹിക്കുന്ന പ്രിയ ദേവദാസി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ജീവിതത്തിലെ അനേക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോഴും നമ്മൾ കുറച്ചു മുമ്പ് പാടിയതുപോലെ ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസമേറിയ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മളെ തോളിലേറ്റി വഹിക്കുന്ന നല്ല ഇടയനെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷമാണ് നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. വാക്യം എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. 17, 7 അല്ല 17. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവി. ആമേൻ. സ്തോത്രം. സങ്കീർത്തനം 91-ന്റെ 1-2 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വചനമായിട്ട് കർത്താവെ ഞങ്ങളായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൂടി വന്ന എല്ലാവരോടും ഹല്ലേലൂയ സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാലും ദൈവിക ദൂതുകൾക്കായി, ദൈവത്തിന്റെ ചിന്തകൾക്കായി, ദൈവം തരുന്ന ആലോചനകൾക്കായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ആദ്യം വായിച്ച ഭാഗം, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. സ്തോത്രം. നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആയുസ് തന്ന, നമ്മളെ ഇത്രത്തോളം നടത്തിയ, നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മളെ സഹായിക്കുന്ന, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. പക്ഷെ ഈ ദൈവത്തിന്റെ ഇഷ്ടത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കൊതികളും ഒക്കെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെയൊക്കെ സമർപ്പിക്കുമ്പോഴും യഥാർത്ഥമായ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെപ്പറ്റി എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരിക്കും? ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങൾ വളരെ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. സ്തോത്രം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അനേക പ്രയാസങ്ങളുടെ നടുവിലൂടെ പല രാജ്യങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്തും ഇതിന്റെ നടുവിലും ഇത് ദുഷ്കാലമാകിയാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ആർക്കാണ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുക? ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന്, ദൈവത്തോട് അടുത്തിരുന്ന്
ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവിക ഹൃദയത്തിന്റെ ആഗ്രഹത്തെ മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ഒരാളുടെ ഇഷ്ടത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളും ആ ആളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അത്രത്തോളം ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ഒരു ഇന്റിമസി, അല്ലെങ്കിൽ ഒരു ആഴത്തിലൊരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും കൺവെൻഷനുകളും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും യഥാർത്ഥമായ വ്യക്തിപരമായ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കുറവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആ ഒരു മേഖലയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ പറ്റി ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ 2 ഭാഗത്ത് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരായി, നമ്മൾ നിഷ്കളങ്കരായി, നമ്മൾ കളങ്കമില്ലാത്തവരായി, ആ കാന്തന്റെ മണവാട്ടി എന്നുള്ള യോഗ്യത. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം തന്നെത്താൻ ഒരുക്കുന്ന കാന്ത എന്നാണ് വായിക്കുന്നത്. തന്നെത്താൻ ഒരുക്കുന്ന കാന്ത. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെപ്പറ്റി പറയുമ്പോൾ, നമ്മൾ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏക പുരുഷൻ ആയ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഓരോരുത്തരുമാണ് നാം എന്നുള്ളതും, ആ കർത്താവിന്റെ കുഞ്ഞാടിന്റെ കല്യാണം അടുത്തിരിക്കുന്നു എന്നും അതിനുവേണ്ടി തന്നെത്താൻ ഓരോ സെക്കൻഡുകളിലും വചനപ്രകാരവും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കനുസരിച്ചും തന്നെത്താൻ ഒരുക്കുന്ന ഒരാളാണ് ഞാനെന്നും എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ തന്നിരിക്കുന്ന ഒരു ദൂത് മറ്റൊന്നായതുകൊണ്ടും ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് ഒരുത്തിന് വിശുദ്ധനാകാൻ പറ്റുക? നമുക്കറിയാം, നാമധേയ ക്രൈസ്തവ സഭകളിൽ ഒത്തിരി ആളുകൾ മരിച്ചതിന് ശേഷം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ അവരുടേതായ ഒരു ടീം, കുറെ ആൾക്കാർ കൂടിയിട്ട് അവരിലൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കണക്ക് ആക്കിക്കൊണ്ടാണ് അവരതിനെപ്പറ്റി തീരുമാനിക്കുന്നത്. മരിച്ചതിന് ശേഷം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ആളുകൾ. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എഫേസ്യ ലേഖനത്തിലൊക്കെ പൗലോസിന്റെ എഴുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. എഫേസ്യസിലുള്ള വിശുദ്ധന്മാർക്ക് എന്ന് എഴുതിയിരിക്കുന്നു. പല ഭാഗത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരെന്ന് പറയുന്നത്? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ എന്നതെന്ന് ആലോചിച്ച് ഓരോ സെക്കൻഡുകളിലും അതിനെപ്പറ്റി ചിന്തിച്ച് അത് ചെയ്യാനായിട്ട് തീഷ്ണതയോടെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടത്തെ വിശുദ്ധർ എന്ന് വിളിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. നമ്മള് മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ പറയും ആ മനുഷ്യൻ നല്ലതാണ് എന്ന് പറയും, നമ്മൾ പറയും ആ മനുഷ്യൻ ചീത്തയാണെന്ന് പറയും. എന്നാൽ ദൈവം ആത്മാവിനെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനങ്ങൾ പോലും, ഈ മീറ്റിംഗിൽ നടക്കുമ്പോൾ പോലും നമ്മുടെ ചിന്തകൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് പരിശുദ്ധയാത്മ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഒരു വിശുദ്ധതലം പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധയാത്മാവാണ്. പരിശുദ്ധയാത്മാവിലൂടെ മാത്രമാണ് വിശുദ്ധതലം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പറ്റത്തില്ല. കാരണം നമ്മൾ തീരുമാനിക്കുകയാണ്, നാളെ മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കാൻ പോവുകയാണ്, നാളെ മുതൽ ഞാൻ മോശമായ ഒരു കാര്യത്തിന് ഇടപെടത്തില്ലെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ ആ തീരുമാനത്തെ അടിമുടി മാറ്റിക്കൊണ്ട് നാളെ പൈശാചിക മേഖലകൾ ഒരുക്കുന്ന പദ്ധതികൾക്ക് മുമ്പിൽ തലകുനിച്ച് തോറ്റുപോകാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം കയ്യിനോട് പറയുകയാണ്, പാപം നിന്റെ മുമ്പിൽ കിടക്കുകയാണ്, അതിന് നീ എന്തു ചെയ്യണം? കീഴടക്കണം. പാപത്തിന്റെ മുമ്പിൽ തലകുനിച്ചു പോകുന്ന, പാപത്തെ കീഴടക്കാൻ പറ്റാത്ത ഒരു വലിയ ആൾക്കൂട്ടം ആത്മീയ ജീവിതത്തിലുമുണ്ട്. രക്ഷിക്കപ്പെട്ട്
സ്നാനപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു, ആത്മീയമായ കൂട്ടായ്മകളൊക്കെ പങ്കെടുക്കുമ്പോഴും ഒറ്റയ്ക്കൊന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥമായും ഒരു വിശുദ്ധ തലത്തിൽ ജീവിക്കാൻ കഴിയാതെ പാപത്തിന്റെ മുമ്പിൽ അടിയറവ് വെച്ചു പോകുന്ന ഒരു വലിയ തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇത് ദുഷ്കാലമാകിയാൽ ദൈവത്തിന് ഇഷ്ടം എന്നതാന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്, നമ്മൾ എന്തിനാ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാ ഉപവസിക്കുന്നത്? അതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ എൻ്റെ ലൈഫിലേക്ക് വന്നു ചേരേണ്ട നന്മകൾക്ക് വേണ്ടി ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, അതെല്ലാവർക്കും ഇഷ്ടം. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ കംപ്ലീറ്റ് ആ ഹിതത്തിന്റെ അകത്ത് നിൽക്കാൻ കർത്താവെ എന്നെ പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവിടെ ചിലപ്പോൾ കഷ്ടതയുണ്ടാകും, അവിടെ പ്രയാസമുണ്ടാകും, അവിടെ ദുരിതപൂർണമായ ലൈഫായിരിക്കും. പക്ഷേ സ്റ്റിൽ എനിക്ക് മനസ്സിലാകും ഇത് ദൈവത്തിന്റെ ഹിതമാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഹല്ലേലൂയ, വെളിപ്പാടിന്റെ ആധിക്യം കൊണ്ട് നിഗളിച്ചു പോകാതിരിപ്പാൻ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം, ഹല്ലേലൂയ, അത് രോഗമാണെന്നും മറ്റ് പല കാര്യങ്ങളാണെന്നൊക്കെ ചരിത്രകാരന്മാർ പറയുമ്പോൾ, പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന് കിട്ടിയ മറുപടി ഇതായിരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യമേ കൈമാറുന്നു, മൈ ഗ്രേസ്, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെങ്കിലും കർത്താവിന്റെ കൃപ ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് കാരണമായിരിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഒരു കല്യാണ മണവാട്ടിയെ തൻ്റെ ആ കല്യാണ ദിവസത്തിനു വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ ഒരുക്കുന്നത് പോലെ ഏറ്റവും മനോഹരമായ, ശുഭ്രമായ, വിശുദ്ധമായ, നിർമ്മലതയുള്ള കന്യകയായി വാട്ടമില്ലാത്ത, കളങ്കമില്ലാത്ത, ചുളുക്കമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വലിയ ഒരിക്കലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ദൈനംദിനം ഓരോ സെക്കൻഡിലും നമ്മൾ ലൈഫിലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതൊരിക്കലും. പലപ്പോഴും എന്നോട് കഴിഞ്ഞ ദിനങ്ങളിൽ കൂടെ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന്. നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു ഭാഗം ഫ്ലഷ്, അതായത് ജഡത്തിന്റെ പ്രവൃത്തി വരത്തില്ല എന്ന്. വചനപ്രകാരമുള്ള മറുപടി ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ വചനം പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആഗ്രഹങ്ങളെ, കൊതികളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ഫ്രീസ് ചെയ്യാൻ, മരിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത്ഭുതങ്ങൾ കണ്ടവര്, യേശുവിനോട് കൂടെ നടന്നവര് കർത്താവിന് മനസ്സിലായി, ഞാൻ പോകുമ്പോൾ ഇവരുടെ പരിപാടി എല്ലാം തീരും. നമുക്കും ചിലപ്പോഴൊക്കെ അങ്ങനെയല്ലേ, പ്രാർത്ഥിക്കാൻ പാസ്റ്ററും കൂടെ ദൈവത്തിന്റെ ആൾക്കാരും പാട്ടുപാടാൻ വർഷിപ്പും കൊയറും എല്ലാവരും ഉള്ളപ്പോൾ കൈയടിക്കാനും ആരാധിക്കാനും ഉള്ള ഒരു വലിയ സാധ്യതയും വലിയ ഇഷ്ടമൊക്കെ ഉണ്ട്. ആ പാട്ടിനനുസരിച്ച് കൈയടിക്കുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ, പക്ഷേ ആരുമില്ലാത്ത ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പോയ സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോയി കാത്തിരിക്കണം, നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ നിങ്ങൾ കാത്തിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന സാക്ഷ്യമുള്ളൊരു ജീവിതമുണ്ട്. ഞാൻ കൂടെയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അത് പിതാവ് വാഗ്ദത്തം ചെയ്തതാണ്. മുന്നമേ എത്രയോ നാളുകൾക്ക് മുമ്പേ പിതാവ് വാഗ്ദത്തം ചെയ്ത, എന്നോട് കേട്ട പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ശിഷ്യരോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ്, ഇത് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. യേശു ഇവിടെ ഇല്ല, യേശു പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വേണമെങ്കിൽ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം, ഓപ്ഷനുകളുണ്ട്. നമുക്ക് മുമ്പിൽ അങ്ങനെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ ആരും നമ്മളെ കാണത്തൊന്നുമില്ല. നല്ല ഒരു ആത്മീയനായിട്ട് അഭിനയിക്കാൻ വേണ്ട എല്ലാ ടാലൻസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, യേശു കർത്താവ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ ആ കാര്യത്തിന് വേണ്ടി ശിഷ്യന്മാർ അവിടെ ഇരുന്നു, പ്രാർത്ഥിച്ചു, വെയിറ്റ് ചെയ്തു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ദിവസങ്ങൾ അവർ കാത്തിരുന്നു. കാരണം
യേശു പറഞ്ഞിട്ട് പോയത് അതുപോലെ അനുസരിക്കാൻ തയ്യാറായ അവരാണ് പിന്നീട് ചരിത്രം രചിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മ നമ്മളോട് അത് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമായുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഹല്ലേലൂയ ഒരു സമൂഹമായി, ഒരു ജനറേഷനായി നമ്മൾ ഹല്ലേലൂയ എഴുന്നേറ്റ് വന്നേ മതിയാവൂ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശുദ്ധീകരണമാണ്. അതിലേക്ക് നമ്മളെ നയിക്കുന്നത് കാത്തിരുന്ന് നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ അനേക തലങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ, ഓരോ സെക്കൻഡിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 15 ഹല്ലേലൂയ 15-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക. നമുക്കറിയാവുന്ന വേദഭാഗമാണ്, വാക്യങ്ങൾ ഞാൻ അധികം എടുത്തു വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നിൽ വസിപ്പിൻ. ഹല്ലേലൂയ, എന്നിൽ വസിപ്പിൻ, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നിൽ വസിപ്പിൻ. ഹല്ലേലൂയ. പല ഭാഗങ്ങളിലും വസിക്കുക എന്നുള്ള വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ വസിക്കുക, കർത്താവ് വസിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ വസിക്കുക എന്ന് പറയുമ്പോൾ ആ വന്നും പോയിരിക്കുന്ന ഒരു അനുഭവമല്ല. ഫുൾ ടൈം 24/7 ഏത് സമയത്തും, അതായത് ഞായറാഴ്ച ഒരു ആരാധനയിൽ മാത്രം ഇരുന്ന് ആത്മനിലവാരങ്ങൾ സ്വീകരിക്കുന്ന ഒരു തലമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഏത് സമയത്തും ജീവിക്കുന്ന ഒരു ടെമ്പിളായിട്ട്, ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറുവാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് പറയുന്നത്. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, അതിന് ഏറ്റവും അടിസ്ഥാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഹല്ലേലൂയ നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും അഭിമാനമുള്ള, ഏറ്റവും ധൈര്യമുള്ള, ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വസിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രധാനമായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 ഹല്ലേലൂയ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രസിദ്ധി ആർജിച്ച ഒരു സങ്കീർത്തനമാണ് ഹല്ലേലൂയ 91 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് പലവട്ടം ഉരുവിട്ട് സൗഖ്യം പ്രാപിച്ചവരുണ്ട്, ഇത് കാണാപ്പാഠം പഠിച്ച് പ്രൈസ് മേടിച്ചവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥമായും ഈ സങ്കീർത്തന ഭാഗത്തിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു റെവലേഷൻ ഉണ്ട്, ഒരു വെളിപ്പാട്. ഇതിലൂടെ മാത്രമാണ് ഒരു ആത്മ മനുഷ്യന് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സദൃശ്യവാക്യത്തിൽ ഒരു ഭാഗത്ത് പറയുന്നു, ഹല്ലേലൂയ, വെളിപ്പാടില്ലാത്ത ജനം വഷളായി പോകുന്നു. ആരാധിക്കാത്തവരല്ല, പ്രാർത്ഥിക്കാത്തവരല്ല, സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്, എല്ലാമാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, പക്ഷെ റെവലേഷൻ ഇല്ല. റെവലേഷൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഇത് വായിക്കാൻ പറ്റും? ഇത് വളരെ സന്തോഷത്തോടെ വായിക്കാൻ പറ്റും. കാരണം 91 സങ്കീർത്തനത്തിന്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഭീകരമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സിംഹത്തിന്റെ മേലും അണലിമേലും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ മെതിച്ചു കളയും. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിന് മുതിർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ അപകടകരമായ, ഡേഞ്ചറസ് ആയിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സിംഹത്തിന്റെയും പെരുമ്പാമ്പിനെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ പേടിക്കുന്ന നമ്മള് ഇവിടെ റിയലിസ്റ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു ഭക്തൻ ഇത് സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു ഭക്തൻ ഇത് സാധിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര വചനങ്ങളാണ്. കാരണം പിശാച് പോലും യേശുവിനെ പരീക്ഷിക്കാൻ എടുത്ത സങ്കീർത്തനമായി 91 സങ്കീർത്തനം. അവന് പോലും കാണാതെ അറിയാമെന്ന് അതിനർത്ഥം. ഹല്ലേലൂയ. ഇവിടെ 91 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു പോവുകയും 3 മുതൽ 16 വരെയുള്ള ആ വാക്യങ്ങളുടെ സംരക്ഷണം, സുരക്ഷിതത്വം ആവോളം ആസ്വദിക്കുകയും ചെയ്യുന്നവരാ നാം ഓരോരുത്തരും. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വാക്യം 2-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടമായ റിവലേഷന്റെ ഒന്നാണ് കർത്താവിൽ വസിക്കുക എന്നുള്ളത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, അത് ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്. ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയുകയാണ്, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ മോശയോട് ദൈവം പറയാണ്, എനിക്ക് അവരുടെ ഇടയിൽ വസിക്കുവാൻ നീ ഒരു കൂടാരം ഉണ്ടാക്കുക.
ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് മനുഷ്യരോടുകൂടെ വസിക്കുവാൻ, അവരുടെ ഇടയിൽ വസിക്കുവാൻ, ഏദൻ തോട്ടത്തിലും അത് തന്നെയായിരുന്നു പദ്ധതി എന്ന് പറയുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സംസർഗം, ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പിലൂടെയായിരുന്നു അത് മുന്നോട്ട് പോയിക്കുന്നത്. പിന്നീട് സംഭവിച്ച കാര്യം നമുക്കറിയാം. എന്നാൽ ഈ അത്യുന്നതൻ, എബ്രായ പദത്തിൽ നാം വായിക്കുന്നത് എല്യോൻ എന്ന് പറയുന്ന വാക്കാണ്. ഹല്ലേലൂയ. എല്യോൻ, ഉന്നതന് മീതെ അത്യുന്നതനായ ദൈവം. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഉന്നതനായ ദൈവത്തിന്റെ മുകളിൽ ഏറ്റവും അത്യുന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹല്ലേലൂയ, ഈ സാധാ മനുഷ്യരായ നമ്മളെപ്പോലെ, എന്നെപ്പോലെ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാൻ അവനൊരു വിശുദ്ധ മന്ദിരം വേണം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം, ദൈവാലയം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമ്പോൾ, ഇവിടെ എന്താണ് പുതിയ നിയമത്തിൽ ഈ പ്രസന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ്? നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന, ദൈവം വസിക്കുന്ന മന്ദിരങ്ങളാണ് ഈ ഡിവൈസിൽ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റെവലേഷൻ നമ്മളിൽ കയറാത്തത്? ഈ റെവലേഷൻ കയറിക്കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതിന്റെ മാനിഫെസ്റ്റേഷനിലേക്ക്, യഥാർത്ഥമായ സംഭവങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമുണ്ട്. ഉണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ദാനിയേലിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്നറിയാം. സിംഹക്കുഴിയുടെ നടുവിൽ ദാനിയേൽ ഇറങ്ങിയപ്പോൾ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞ ഒരു ദൈവം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുമ്പിൽ ദൈവം പിളർത്തിയ ഒരു പുതുവഴിയെ പറ്റി നമുക്കറിയാം. അങ്ങനെ ഒത്തിരി ഹല്ലേലൂയ. ഈ വെളിപ്പാടുള്ള ഒരു പൗലോസ് എന്ന മനുഷ്യന്റെ കയ്യിൽ ചുറ്റിയ അണലിയെ, അവിടുത്തെ ദുരാത്മാവിന്റെ ശക്തിയെ അഭിഷേകത്താൽ കുടഞ്ഞു കളഞ്ഞ ഒരു സംഭവം നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്ന് ഇതൊന്നും സംഭവിക്കുന്നില്ല പല സ്ഥലങ്ങളിലും. യഥാർത്ഥമായി ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എവിടെയോ ഒരു പ്രശ്നം നമുക്ക് പറ്റിയിട്ടുണ്ട്. ആത്മീയ സഭകളിൽ, ആത്മീയ നേതൃത്വങ്ങളിൽ എന്തൊക്കെയോ ഒരു ഡിസ്ട്രാക്ഷൻ, എന്തൊക്കെയോ ഒരു ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഏതോ ഒരു മേഖലയിൽ അതിന്റെ കണക്ഷൻ പോയിട്ടുണ്ട്. ദൈവവും നമ്മളും തമ്മിലുള്ള കണക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ആ ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്. ആ സീക്രട്ട് പ്ലേസിലേക്ക്, അത്യുന്നതന്റെ മറവിലേക്ക്, എബ്രായ പദത്തിൽ യാഷാം എന്ന ഒരു വാക്കാണ് അതിനുവേണ്ടി ഇരിക്കുന്നത്. അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇരിക്കുക, സ്ഥലം കണ്ടെത്തിയിരിക്കുക എന്നൊക്കെയാണ് എബ്രായ പദത്തിൽ അതിന്റെ അർത്ഥം. അതായത് അത്യുന്നതന്റെ മറവ് എന്ന് പറയുന്നത്. നമ്മൾ കാവ്യഭാവന എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ ജനത്തോട് പ്രവാചകന്മാരിലൂടെ, പ്രൊഫറ്റ്സിലൂടെ എത്രയോ വട്ടം, മത്തായി സുവിശേഷം 23 നമ്മൾ വായിക്കുന്നു, എത്രയോ വട്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രവാചകന്മാരെ അയച്ചു. നമ്മൾ എത്ര മീറ്റിംഗ് ആകട്ടെ, എത്ര മീറ്റിംഗ് ഈ കഴിഞ്ഞ കൊല്ലം, ഈ വർഷം 2025 ആദ്യം മുതൽ 2026 എനിക്ക് വേണം 1-2 വട്ടം ഞാനും മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയോ പ്രാവശ്യം നമ്മൾ ഈ മീറ്റിംഗ് കേട്ടു. എത്ര ദൂതുകൾ, എത്രയോ ദേവദാസന്മാര് നല്ല സത്യസന്ധമായ ദൂതുകൾ നമ്മളോട് ഷെയർ ചെയ്തു. എത്രയോ വട്ടം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് ഇടപെട്ടു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ മനസ്സിങ്ങനെ തഴമ്പിച്ചു പോയതല്ലാതെ, ലെയർ ബൈ ലെയർ ആയിട്ട് മെസ്സേജുകൾക്ക് ഇന്നൊരു പഞ്ഞമില്ല. ഇന്ന് മെസ്സേജുകൾക്ക് ഇഷ്ടം പോലെയാണ്. നമ്മുടെ വിരൽ തുമ്പുകളിൽ, യൂട്യൂബിൽ, എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്ക് മെസ്സേജസ് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഇഷ്ടമുള്ള ഏത് ടോപ്പിക് അടിച്ചു കൊടുത്താൽ അതിനോട് റിലേറ്റ് ചെയ്ത മെസ്സേജുകൾ വരെ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയാ നമ്മൾക്ക് പറ്റിയ പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുവാൻ നമ്മൾ എപ്പോഴും മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു പ്രശ്നമാണ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നു, ദൈവത്തിങ്കിലേക്കുള്ളൊരു മടങ്ങി വരവ്, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്കുള്ള മടങ്ങി വരവ്, രഹസ്യ സങ്കേതത്തിലേക്കുള്ളൊരു മടങ്ങി വരവ്, പരിശുദ്ധാത്മ സംസാരിക്കുന്ന ആ സ്ഥലത്തേക്കുള്ള മടങ്ങി വരവ്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആണ്ടിലൊരിക്കൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മൃഗരക്തം കൊണ്ട് ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ പെട്ടകത്തിന് മേൽ, കൃപാസനത്തിന്റെ മേൽ അവിടെ തളിക്കപ്പെടുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമായിരുന്നു ഇവർക്കുള്ള രക്ഷ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ പറയപ്പെടുന്നതായ ഈ ഉന്നത സ്ഥലത്തേക്ക്, ശ്രേഷ്ഠമായ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം ശ്രേഷ്ഠ മഹാപുരോഹിതന് കടന്നു ചെല്ലാവുന്ന ആ സ്ഥലത്തേക്ക് ഏത് സമയത്തും ധൈര്യസമേതം കൃപാസനത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാനുള്ള പ്രൊവിഷൻ, അവകാശം ദൈവം നമുക്ക് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ തുറന്നു തന്നു. ഇതാ നമ്മുടെ അവകാശം, ഇത് നമ്മുടെ പ്രിവിലേജാ. പക്ഷെ ഇത് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നില്ല, ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്താണ്? നമ്മുടെ
പ്രാർത്ഥനയുടെ കുറവ്, നമ്മുടെ വചനധ്യാനത്തിന്റെ കുറവ്. നമ്മൾ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇത് ഇൻസ്പിറേഷൻ ആയില്ലെങ്കിൽ, ഇത് നമ്മുടെ ലൈഫിൽ ആയില്ലെങ്കിൽ, ഇത് നമ്മൾ എത്രയോ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ട് നടത്തിയിട്ട് റിസൾട്ട് ഇല്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ റിസൾട്ട് വേണം എന്നാണ് പരിശുദ്ധാത്മാ പറയുന്നത്. ഇതിനൊക്കെ ഒരു റിസൾട്ട് വേണം. ഹല്ലേലൂയ. ഇങ്ങനെ അത്യുന്നതന്റെ മറവിൽ സീക്രട്ട് പ്ലേസിൽ കയറിയിരുന്ന അനേക ഭക്തന്മാരാണ് ചരിത്രം രചിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ പറ്റി നമുക്കറിയാം. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നത് പോലെ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത്, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. പൗലോസിനെ പറ്റി പറയുമ്പോൾ റോമാ ലേഖനത്തിൽ പൗലോസ് പരിചയപ്പെടുത്തുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദാസനാണ്. ഐ എം എ സെർവന്റ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ അടിമയാണ്. ഹല്ലേലൂയ. ഒരു പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം എന്നെ കൊണ്ടുവന്നത് ദൈവികമായ ഒരു ബന്ധത്തിലേക്കും അടിമത്വത്തിലേക്കുമാണ്. ദൈവം പറയുന്ന അനുസരിച്ച് ചലിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. യോഹന്നാൻ വിളിച്ചു പറയുന്നു, കർത്താവേ, നീ എന്നിൽ വളരണം, ഞാൻ കുറയണം. എന്നാൽ പൗലോസിന്റെ റെവലേഷൻ വന്നപ്പോഴത്തേക്കും, പൗലോസിന്റെ വെളിപ്പാട് വന്നപ്പോഴത്തേക്കും അവിടെ പറയുകയാണ്, ഞാൻ ഇനി ഇല്ല, ഇനി നീയാ ജീവിക്കുന്നത്. കണ്ടോ, ആത്മതലം സഞ്ചരിക്കുന്നുണ്ടോ? ഇതുപോലെ സീക്രട്ട് പ്ലേസുകളിൽ അത്യുന്നതന്റെ മറവിൽ കയറിയിരുന്ന പൗലോസൊക്കെ പറയുകയാണ്, ഇനി പോളില്ല, പൗലോസ് ഇല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിലൂടെ. ഓരോ സെക്കൻഡുകളിലും, ഏത് പ്രശ്നത്തിന്റെ നടുവിലും, ഏത് പ്രയാസത്തിന്റെ നടുവിലും യേശു എന്നിലൂടെ ജീവിക്കുന്ന ഒരു അസാധാരണമായ ജീവിതമാണ് ഈ സീക്രട്ട് പ്ലേസിൽ കയറിയ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്തന്മാരാണ്. പൗലോസ് പറഞ്ഞതുപോലെ റോമാലേഖനത്തിൽ പൗലോസ് പരിചയപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തിയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് സൂക്ഷ്മതയോടെ ന്യായപ്രമാണം പഠിച്ച പൗലോസ്. അങ്ങനെയല്ല. കാരണം റോമാ സഭയിലേക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഈ റോമാ സഭയിലെ ആൾക്കാരെ അധികം കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ വലിയ സ്കോളറാണെന്നും എന്തൊക്കെ ഡിഗ്രി ഉണ്ടെന്നൊക്കെ എനിക്ക് എന്തും പറയാം, കാരണം നിങ്ങൾക്ക് എന്നെ പറ്റി വലിയ അറിവില്ല എന്ന് പറഞ്ഞതുപോലെ റോമാ സഭയോട് പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. സ്തോത്രം. പരിചയപ്പെടുത്താനുള്ള ഒത്തിരി കാര്യങ്ങൾ പൗലോസിനുണ്ട്. പൗലോസിന് വേണ്ടി ഇങ്ങനെ പറയാം, ഞാന് ഹല്ലേലൂയ സ്തോത്രം റോമൻ പൗരത്വമുള്ളവനാണ്. ഐ എം എ റോമൻ സിറ്റിസൺ. എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ, അന്നത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ന്യായപ്രമാണം എങ്ങനെ പഠിച്ചെന്ന സൂക്ഷ്മതയോടെ പഠിച്ച പൗലോസ. അങ്ങനെ പഠിച്ച പൗലോസ് ഹല്ലേലൂയ. അതുപോലെ തന്നെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്. അതുപോലെ തന്നെ ദമസ്കോസിൽ വെച്ച് യേശു നേരിട്ട് സംസാരിച്ച പൗലോസ്. ചിലർ പറയില്ല, എന്നോട് യേശു നേരിട്ട് സംസാരിച്ചാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താനുള്ള സാധ്യതകളുള്ളപ്പോൾ പൗലോസ് പറയാണ്, സ്റ്റിൽ ഐ എം എ സെർവന്റ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ ഒരു ദാസനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എളിമയും താഴ്മയും ഒക്കെ മാറിയിട്ട് നിങ്ങളവും അഹങ്കാരവും കൂടിയ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ നമ്മളോട് വിളിച്ചു പറയുകയാണ്, ദ സീക്രട്ട് പ്ലേസിലേക്ക്, അത്യുന്നതനായ മറവിലേക്ക് മടങ്ങി വരിക. കാരണം ഈ ദൈവത്തിന്റെ അതുകൊണ്ടാണ് പോള് പറഞ്ഞത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ചിലരുടെ അകത്ത് ക്രിസ്തു ഉരുവാകാൻ വേണ്ടി പൗലോസ് അധ്വാനിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരാകണം. ഇതൊക്കെയാണ് പൗലോസിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ. നമ്മുടെ വിഷയങ്ങളൊക്കെ മറ്റു പലതുമാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു ലിസ്റ്റ് ഓഫ് തിങ്സ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയി, കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് പോലെ, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ ഇഷ്ടം പോലെ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ ജോലിയുടെ പ്രൊമോഷൻ, എൻ്റെ സാലറിയുടെ പെൻഡിങ്, ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസുമായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പോവുകയാണ്. പോളിന്റെയൊക്കെ ലിസ്റ്റ് കണ്ടില്ലേ? പോളിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ പെർഫെക്ഷനിലേക്ക്, തികഞ്ഞവനിലേക്ക് ആക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഫെലോഷിപ്പിൽ വഴി ചിലരെ ദൈവം അങ്ങനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. റിമൻ, ഹദര, ഷമാർധിനി, എല്ലാവരുടെ മേലും ആ ദൈവിക കൃപ വ്യാപരിക്കുമാറാകട്ടെ. അർദ്ധമല, അസ്മാർധിനി, യേശു ഏൽപ്പിച്ച ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ട് ആ സീക്രട്ട് പ്ലേസിലേക്ക്, ദ റിയൽ സീക്രട്ട് പ്ലേസിലേക്ക്, രഹസ്യ സങ്കേതത്തിലേക്ക്, ദൈവത്തിന്റെ മറവിലേക്ക് ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മ വിളിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഉണർവ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയും, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വെയിൽസ്, ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലമായിരുന്നു വെയിൽസ് എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ഉണർവ് നടന്നു, ഏകദേശം 10 വർഷം നീണ്ടു നിന്ന ഉണർവ്. ഇന്ന സ്ഥലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവിടുത്തെ ഹല്ലേലൂയ ചില ദേവാലയങ്ങൾ പോലും മാറ്റിയിട്ട് സ്തോത്രം ബാറും പബ്ബും ഒക്കെ ആക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. UK-യിലും എല്ലാ സ്ഥലത്തും. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉണർവ് നടന്ന
10 വർഷങ്ങൾക്ക് മുമ്പ്. ഹാലലിയ. 10 വർഷം നീണ്ടു നിന്ന് 1904 മുതൽ 1900 അതിനുശേഷം 10 വർഷത്തോളം നീണ്ടു നിന്നതാണ്. ഈ ഉണർവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ വ്യക്തി. ഇദ്ദേഹത്തിന്റെ പ്രായം 26 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന സമയം നമ്മൾ പഠിക്കണം. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന സമയം എപ്പോഴാണെന്നറിയോ? രാത്രി 1 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ. സ്തോത്രം. നമ്മളൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്ന, ഒരുപക്ഷെ പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന, ഞെട്ടി ഉണരുന്ന സമയം. 1 മണി മുതൽ 5 മണി വരെ മുട്ടുമേൽ നിന്ന് കരയുന്ന ഒരു പ്രാർത്ഥന മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഇദ്ദേഹം പ്രാർത്ഥിച്ചത് നിർത്താതെ പ്രാർത്ഥിച്ചു പോയി. 18 മണിക്കൂർ. നമ്മൾ നിർത്താതെ സംസാരിക്കുന്നു എന്ന് പറയില്ല ഫോണിലൊക്കെ, എന്ന് പറഞ്ഞ പോലെ നിർത്താതെ പ്രാർത്ഥിച്ചു 18 മണിക്കൂർ. സ്തോത്രം. റിസൾട്ട് എന്താണെന്നറിയോ? ഇദ്ദേഹം ഈ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ബേക്കറികളിലേക്കും ഷോപ്പിലേക്കും ജസ്റ്റ് കടകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് ഇദ്ദേഹത്തിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് പാപബോധമുണ്ടായി ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മിസ്റ്റർ ഇവാൻ റോബർട്ട്സ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? അവിടുത്തെ പബ്ബുകൾ അടച്ചു, ബാറുകൾ അടച്ചു. അവിടുത്തെ മോശം പ്രവൃത്തി ചെയ്ത സ്ത്രീകൾ മാനസാന്തരപ്പെട്ടു. അവിടുത്തെ പോലീസ് കേസുകൾ ഇല്ലാതെയായി. ഇതായിരുന്നു ഉണർവിന്റെ തുടക്കം. എവിടെ തുടങ്ങിയേ? ഒരു മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുമേൽ നിന്ന് ആ സീക്രട്ട് പ്ലേസിൽ അത്യുന്നതിന്റെ മറവിൽ കയറിയിരിക്കാൻ തയ്യാറായപ്പോൾ ഒരു ദേശത്തിന്റെ ചരിത്രം മാറി. ഓ റബന ഹദര ശബന. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നീ ഒരൊറ്റ ആളായിരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തി. പക്ഷേ ആ അറയിലേക്കൊന്ന് കയറിക്കേ, ആ പ്രാർത്ഥന മുറിയിലേക്ക് കയറിക്കേ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു സാധാ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഞാൻ ഈ പറഞ്ഞു. ഹാലലി. അദ്ദേഹം ഒരു മൈനറായിരുന്നു. ഈ സ്വർണ്ണ ഖനിയൊക്കെ ചെയ്യുന്ന പോലെ, പാറയൊക്കെ തുരങ്കം ചെയ്യുന്ന പോലെ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതൊരു സാധാ മനുഷ്യനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ അകത്തു കൊടുത്ത ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പ്രാർത്ഥന മുറിയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അടിക്കടിയായി പ്രാർത്ഥനയിൽ, ആത്മാവിൽ, അന്യഭാഷകളിൽ ആരാധിച്ച് സ്വീകരിക്കുന്ന പവറിലെ ഇത് വെറുതെ അല്ലെന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തോടെ കൂടിച്ചേരുമ്പോൾ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളിലൂടെ കാണുന്ന, നമ്മളിലൂടെ പുറപ്പെടുന്ന ഒരു മികച്ച ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മളിങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളിങ്ങനെ നടന്ന് യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റൊരു വ്യക്തിക്ക്, പാപിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. യേശു കർത്താവ് സക്കായുടെ ഭവനത്തിൽ ചെന്നപ്പോൾ, യേശു കർത്താവ് ഗദരദേശത്ത് കാലുകുത്തിയപ്പോൾ, ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച മറ്റുള്ളവർക്ക് മനസ്സു മാറിയെന്ന്. യെശയ്യാവ് കണ്ടതുപോലെ, യെശയ്യാവ് ഒരു സ്വർഗീയ ആരാധന കണ്ടപ്പോൾ യെശയ്യാവ് മനസ്സിലായി. അതുവരെ ലേഖനമൊക്കെ എഴുതി എല്ലാവരെയും ആദ്യ ഇസ്രായേൽ ജനത്തേക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ആരാധനയൊക്കെ കണ്ടപ്പോൾ യെശയ്യാവ് പറയാണ്, ഹല്ലേലൂയ, ഇതാ ഞാൻ ഹല്ലേലൂയ കുറവുള്ള, ഹല്ലേലൂയ മോശം അധരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥനയിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും കൂടുതൽ അടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ കുറവുകളെ വെളിപ്പെടുന്നേ. നമ്മുടെ കുറവുകൾ വെളിപ്പെട്ടു വരികയാണ്. കാരണം, അപ്പാ, നിന്റെ വിശുദ്ധതയോട് അടുത്ത് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. നിന്റെ ഈ വിശുദ്ധ ജീവിതം നീ നയിച്ചില്ലേ? നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം, ആ യേശുവിനെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുവാൻ, വിശുദ്ധ ജീവിതം ജീവിപ്പിക്കുവാൻ അനുവദിച്ചില്ലേ? ആ ഒരു തലത്തിൽ പോകാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ തീരുമാനമെടുക്കാം, അതേ സീക്രട്ട് പ്ലേസിലേക്ക്, അത്യുന്നതന്റെ മറവിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് അത് തന്നെ പറയുന്നു. ഹല്ലേലൂയ. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന സാധാ മനുഷ്യനിലൂടെ ദൈവം ആ ദേശത്തൊരു ചലനം സൃഷ്ടിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പോലും മറ്റൊരു വ്യക്തിക്ക് മാറ്റം വരുത്തുവാൻ നമുക്ക് പറ്റുന്നില്ല? നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണത്, വചനധ്യാനത്തിന്റെ കുറവാണത്. ഇന്ന് പകൽ മടങ്ങി വരിക ദൈവ സാന്നിധ്യത്തിലേക്കും ദൈവിക ബന്ധത്തിലേക്കും ആ ഇന്റിമേറ്റ് റിലേഷനിലേക്കും ഇന്ന് പകൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മ നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന
ആളുകളാണ് ചരിത്രം രചിച്ചത്. ഇങ്ങനെ ഇരുന്ന ആളുകൾ ആ ചരിത്രം. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിൽ നിന്ന് പഠിച്ചെന്ന് പറയുന്നതിന് പകരം ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത് ചിലത് നിങ്ങൾക്ക് പകരുകയാണ്. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത്. ഇന്ന് പകൽ ആരാ പ്രാപിക്കാനായിട്ട് റെഡിയായിരിക്കുന്ന? പ്രാർത്ഥനാ മുറികളിലേക്ക് മടങ്ങി വരും. മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കർത്താവ് വന്നാലും ഇവിടെ മീറ്റിംഗ് ഉണ്ടാവും. കാരണം അറിയത്തില്ല ആത്മതല ഏതെന്നും, യേശു എപ്പോഴാണ് വരുന്നതെന്നും, യേശുവിന്റെ വരവ് എങ്ങനെയാണെന്നും, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് എങ്ങനെയാണെന്നൊന്നും ആളുകളെ പഠിപ്പിച്ചു കൊടുക്കാതെ, ബൈബിളിന്റെ ABCD പോലും തിരിച്ചറിയാതെ ഇന്ന് പകൽ ശുശ്രൂഷയിലും ആത്മതലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അനേക കോപ്രായങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം കാണിച്ചു കൂട്ടുന്ന ആത്മീക സഭകളുടെ നടുവിൽ ആ സീക്രട്ട് പ്ലേസിലേക്ക് നമുക്കൊന്ന് കയറിയിരിക്കണം. ഈ ഇൻഗ്രേസ് ഫെലോഷിപ്പ് അതിന്റെ അകത്ത് നിന്ന് ഇപ്പോൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ ആ സീക്രട്ട് പ്ലേസിലേക്ക്, അതെ എനിക്കും പ്രാർത്ഥിക്കണം, എനിക്കും പ്രാപിക്കണം, എന്നിലൂടെ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടണമെന്ന് ആരാ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നേ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവം എവിടെ ആക്കിയെന്നറിയോ? ഉന്നതമായ സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനം 1:20 പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ഇതിലും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ യേശു കർത്താവിനെ ഉയർപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ആത്മതലങ്ങളിൽ കണ്ടുകൊണ്ട് ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ സ്തോത്രം ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ജാതകദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്, അതെല്ലാം അവർ കണക്കാക്കുന്നത് ഈ സ്തോത്രം ഈ ഗ്രഹനില വെച്ചിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളെയും ഇതിന്റെ എല്ലാം നിലയേക്കാളൊക്കെ ഉന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. അതിന്റെ ഒന്നും ഇൻഫ്ലുവൻസും സ്വാധീനവും ഒന്നും നമ്മളെ അടിക്കത്തില്ല. അപ്പൊ ഇതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഉന്നതനായ അത്യുന്നതനായ എലിയോന്റെ മക്കളാണ് നമ്മൾ. നമ്മൾ ആരാന്ന് പറഞ്ഞേ? സർവശക്തനായ തമ്പുരാന്റെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആളുടെ മകനും മകളുമാണ് ഞാനും നിങ്ങളും. നമ്മുടെ പൊസിഷൻ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കുറവ് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആ പൊസിഷന് ദൈവം മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, ആ പുത്രൻ എന്ന് പറയുന്ന വെളിപ്പാട് നമ്മുടെ അകത്ത് കയറാത്തിടത്തോളം കാലം ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു ജലദോഷം, പനി പോലും മാറത്തില്ല. ആ പുത്രത്വം എന്ന വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയാൽ, അധികാരത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയാൽ ചില കാര്യങ്ങൾ നമ്മളിലൂടെ സംഭവിക്കും. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വേദഭാഗമാണ്, ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല. പ്രപഞ്ചത്തിലെ സൂര്യനെയും ചന്ദ്രനെയും നിലയ്ക്ക് നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സംഭവം ഒരു ഭക്തൻ ചെയ്യുക. ഈ ഭക്തൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യൻ ഹല്ലേലൂയ ചെയ്ത കാര്യം ശാസ്ത്രവും ശരിവെക്കുകയാണ്. ആ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏതോ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു സമയം ഹല്ലേലൂയ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ പ്രപഞ്ചം മൊത്തം നിശ്ചലമായ, സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരിക്കും സൂര്യൻ ചന്ദ്രനും എല്ലാം നിശ്ചലായത് ഭൂമിയുടെ കറക്കത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശാസ്ത്രം പോലും ശരിവെക്കുന്നു, ഏതോ ഒരു ദിവസത്തിൽ ഒരു സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ഇത് ചലിച്ചില്ല, അല്ലെങ്കിൽ ഇതിന് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഇതെങ്ങനെയാ സംഭവിച്ചെന്നറിയോ? ഒരു സാധാ മനുഷ്യനായ ജോഷുവയ്ക്ക് 1-ാം പുസ്തകത്തിൽ ദൈവം പറയുകയാണ്, 1-ാം അധ്യായത്തിൽ, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ഇത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നീ ഇത് പ്രമാണിക്കണം. ഇങ്ങനെയൊക്കെ നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. സ്തോത്രം. ഞാൻ മോശയോട് കൂടി ഇരുന്ന് അത്ഭുതം ചെയ്തതുപോലെ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ വിശ്വസിക്കുന്ന എന്താ പറയുക, ജോഷു ഇത് അതുപോലെ അങ്ങ് അനുസരിച്ചു. ഇവൻ പഠിച്ചു, ഇവൻ പ്രാർത്ഥിച്ചു. ന്യായപ്രമാണം വിട്ട് ഒരു കളിയില്ല ജോഷുവയ്ക്ക്. അതുകൊണ്ട് എന്താ, 10-ാം അധ്യായത്തിൽ ചന്ദ്രനോട് സൂര്യനോടും ഇന്നടത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നു. ഹല്ലേലൂയ. ഒരു ഭക്തൻ, സാധാ മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ജോഷുവല്ലേ എന്ന്. ജോഷുവ തന്നെയാണ്. ജോഷുവോട് കർത്താവ് പറഞ്ഞതാണ്, കർത്താവ് പറഞ്ഞത് അനുസരിച്ചാണ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെ നമുക്കറിയാം. ഈ ഏലിയാവിനെയും ജോഷുവെ പറ്റിയും ദാവീദിനെ പറ്റി ഇവരെയൊക്കെ പഠിക്കുമ്പോൾ, സ്തോത്രം, ഇവർക്കൊക്കെ കുറവുകളുള്ള മനുഷ്യരായിരുന്നു, കുറവുകളില്ലാത്തവരല്ല, സാധാ മനുഷ്യർ തന്നെയാണ്. പക്ഷേ
ഇവരൊക്കെ എടുത്ത ചില സ്റ്റെപ്പുകൾ, ഹല്ലേലൂയ, ഇവരെടുത്ത ചില കാൽവെപ്പുകൾ ഇവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന തലങ്ങൾ ഏതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതൊന്നും പ്രാപിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കാത്തത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ജോഷുവയെ പോലെ ഒന്ന് ആത്മതലങ്ങളിൽ സഞ്ചരിക്കുവാൻ, ഒന്ന് ആ ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നതിന്റെ കാര്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് സർവശക്തന്റെ നിഴലിൽ നിന്ന്, സർവശക്തന്റെ നിഴലിൽ. സർവശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ശക്തിയുടെ മുകളിലുള്ള ശക്തി. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിന്റെ മുകളിലാണ് ഈ പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബലഹീനരും നമ്മൾ പ്രയാസമുള്ളവരൊക്കെ മനുഷ്യരാ. പക്ഷേ നമ്മളോട് കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന പരിശുദ്ധ ആത്മാവ് സർവശക്തിയുള്ള ദൈവത്തിന്റെയാ, സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. എൽ ഷദായ് എന്ന എബ്രായ പദമാണ്. അതിന് സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു. അബ്രഹാം പറയുകയാണ്, കർത്താവേ, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമുള്ളതാണ്, ഇതിലൊന്നും ഇനി ഒരു സാധ്യതയുമില്ല. ദൈവം പറയുകയാണ്, നിന്റെ വാക്കുകൾ നിർത്തുക. ഞാൻ പറയും, ഞാൻ എൽ ഷദായ് ആണ്, ഞാൻ സർവശക്തനായ തമ്പുരാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ ദൈവത്തിന് ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? പർവ്വതം പോലെ, ജെറീഹോ മതിൽ പോലെയുള്ള പ്രശ്നമാണ് നിന്റെ മുമ്പിലുള്ളത്, അല്ലെ? നമ്മൾ എന്താ ഇനി പ്ലാൻ എന്താ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചില ഐഡിയ ഒക്കെ ചെയ്തു നോക്കാം. ഇതിന് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. അവസാനം നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും പറയാം. അപ്പൊ നമ്മുടെ ഐഡിയാസും നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ, നമ്മുടെ ബുദ്ധിയൊക്കെ പറയാൻ കൊച്ചു കൊച്ചു ബുദ്ധിയാണ്. ഈ ബുദ്ധി കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് അത് സക്സസ് ആവാതെ വരുമ്പോൾ, പരാജയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടും നമ്മൾ വിഷമത്തോടെ നിരാശയോടെ ദൈവസന്നിധിയിൽ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിന്റെ സാധ്യതകളും നിന്റെ അസാധ്യതകളും നിന്റെ അവസ്ഥയും ഒന്നും എൻ്റെ പ്രശ്നമല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലുള്ള ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയവും ഏത് പ്രശ്നവും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നീ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഇതാ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഒരു ഭക്തൻ ദൈവം ആരാണെന്ന് റെവലേഷൻ, വെളിപ്പാടിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം മാറുകയാണ്, അമ്പേ മാറുകയാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയാണ്, ഹല്ലേലൂയ, നിന്റെ വാർദ്ധക്യം ശരിയാണ്, സ്തോത്രം, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ശരിയാണ്. പക്ഷെ നീ അറിയേണ്ടത് ഇത് രണ്ടുമായ നെഗറ്റീവ് റിപ്പോർട്ടുകളല്ല. നീ അറിയേണ്ടത് ഞാൻ ആരാണെന്ന്. ഐ ആം എൽ ഷദായ്, ഞാൻ സർവശക്തനായ തമ്പുരാൻ, ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഞാൻ എല്ലാത്തിന്റെ മേലും അധികാരമുള്ളവൻ. അവൻ നിന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റിക്കോ. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുമ്പിലുള്ള സകല നെഗറ്റീവുകളും ശരിയാന്ന്. നീ കാണുന്നതൊക്കെ ശരിയാ, സ്തോത്രം, നിന്റെ മുമ്പിലുള്ള റിപ്പോർട്ടും ഒക്കെ ശരിയാ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അതിനേക്കാൾ മുകളിലാണ് സർവശക്തനായ എൽ ഷദായുടെ ശബ്ദം എന്ന് പറയുന്നത്. ഇല്ലാത്തന്നെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ തിരുസാന്നിധ്യം ഇന്ന് പകൽ പറയുന്നു, ഐ ആം എൽ ഷദായ്, ഞാൻ സർവശക്തനായ തമ്പുരാനാണ്. ഇന്ന് പകൽ ആത്മാവിലൊന്ന് ചലിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂതനെ സ്വീകരിക്കാൻ കഴിയുന്നവർ വിളിച്ചു പറയണം, ഞാൻ മനസ്സിലാക്കുകയാണ്, ഐ ആം എൽ ഷദായ് എന്ന് പറയുന്ന സർവശക്തനായ അത്യുന്നതനായ എനിക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു തരാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ വെളിപ്പാടിൽ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമന, റഗല, ധരവ എല്ലാവരുടെ മേലും ആ വെളിപ്പാട് പകരപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. റീഖമ, ദൈവം ആരാണെന്നുള്ള വെളിപ്പാട്, ദൈവത്തിന്റെ ശക്തി എന്തെന്നുള്ള വെളിപ്പാട്, ദൈവത്തിന്റെ സാധ്യതകളെ പറ്റിയുള്ള വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ ഈ ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ആ കൃപ പകരട്ടെ.
യെസ്, ഇനി ഞാൻ പറയത്തില്ല, എൻ്റെ അധരം കൊണ്ട് പറയത്തില്ല, എൻ്റെ അധരം കൊണ്ട് പറയത്തില്ല, ഞാൻ നെഗറ്റീവ് വാക്കുകൾ പറയത്തില്ല. അല്ലെ, ഇത് മടുത്തു, പറ്റി, വിധിയാണ്, ദോഷമാണ്, ഇതൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ അധരത്തിലൂടെ ഞാൻ വിളിച്ചു പറയും, ഹി ഈസ് എൽ ഷദായ്, അവൻ സർവശക്തനാണ്, അവൻ എല്യോനാണ്, അവൻ അത്യുന്നതനാണ്. എൻ്റെ പ്രശ്നങ്ങളുടെ വലിപ്പത്തെക്കാൾ വലിയ വലിപ്പമുള്ള സർവശക്തനായ തമ്പുരാൻ. തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. ഈ റെവലേഷൻ നമുക്ക് കുറഞ്ഞു, ഈ വെളിപ്പാട് നമുക്ക് കുറഞ്ഞു. ഇതാരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ഹാലേലൂയ. സിംഹത്തിന്റെ വായടച്ചവൻ, ചെങ്കടൽ പിളർന്നവൻ, ഹാലേലൂയ, സ്തോത്രം സ്തോത്രം, സൂര്യനെയും ചന്ദ്രനെയും ഹാലേലൂയ നിലയ്ക്ക് നിർത്തിയ കർത്താവ് ഇന്നു പകൽ നമ്മളോട് പറയാ, നിന്റെ ഈ കൊച്ചു കൊച്ചു വിഷയങ്ങളുമായി എന്റെ മുമ്പിൽ വരരുതേ. ഹാലേലൂയ, ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ശബല റഗന ധുരിവി റഗന ധരവേ ശബന റഗല. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ആത്മശക്തിയെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ നമ്മളെ ചിലത് ചെയ്യിക്കാൻ പോവുകയാണ്. ഓറിമന ഹംദന ശകരഗഡഗസി അർദ്ധന വൈഷ്മന ധിരീലഗർധനാരഗസ്യ. ഇന്ന് പകൽ ആത്മശക്തി സ്വീകരിക്കുക. എവിടെയാ നമ്മുടെ പരാജയം? എവിടെയാ നമ്മൾ തോറ്റത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കാത്ത മേഖലയിലാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് വഴിതെറ്റിപ്പോവുകയാണ് നമ്മൾ. എവിടെയാ നമ്മൾ തോറ്റത്? സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പാപികളോട് കൂടെ തന്നെ സഞ്ചരിച്ചേ. ഹല്ലേലൂയ. പലിശ കൊടുക്കുന്നവന്റെ കൂടെ, വ്യഭിചാരം ചെയ്യുന്ന ആളുകളുടെ ഇടയിലൂടെ. പക്ഷേ ആ ശരീരത്തിന്റെ, ആ മനസ്സിന് ഒരു പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും തട്ടാതെ, ഒരു പോറൽ പോലും തട്ടാതെ വിശുദ്ധനായി ജീവിച്ച കർത്താവ്. ആര് കാണും ഇങ്ങനെ? വയസ്സായുമ്പോൾ വിശുദ്ധനാന്ന് പറയാൻ എളുപ്പമാണ്. 33 തിരുവയസ്സിൽ യങ്ങായിട്ട് യുവത്വം തുടിക്കുന്ന സൗന്ദര്യമുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് നമുക്ക് കാണിച്ചു തന്നു, മാതൃക കാണിച്ചു തന്നു. എങ്ങനെ ജീവിക്കാം ഒരാത്മ മനുഷ്യൻ, എങ്ങനെ? ഹല്ലേലൂയ. സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ ഒരു ദൈവരാജ്യം കർത്താവ് സൃഷ്ടിച്ചു ഈ ഭൂമിയിൽ. ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. കർത്താവ് മരിച്ചു ഉയർത്തെന്നിട്ട് വീണ്ടും പ്രസംഗിക്കുക, ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. എന്താ ദൈവരാജ്യം? എന്താ ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത സ്വർഗീയമായ അവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ്. നോ, അതിന്റെ അപ്പുറത്തേക്ക് കർത്താവ് പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, എന്റെ വീട്ടിലുണ്ട് ദൈവരാജ്യം. എന്റെ വീട്ടിലോ ദൈവരാജ്യം? എങ്ങനെ? ആ വെളിപ്പാടിലേക്ക് നീ കയറിയാൽ നിന്റെ വീട് ഒരു ദൈവരാജ്യമായി മാറും. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ആദ്യം ഈ കുറ്റബോധമൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. നീ നീതിമാനാ, നീ നീതിമാനാ, നീ നീതിമാനാ. പാപിയായ ഒരു മനുഷ്യന് ദൈവത്തിങ്കിലേക്കുള്ള നോട്ടം സാധ്യമല്ല പ്രിയമുള്ളവരെ. അവിടെ കർത്താവിന്റെ തിരശീല, ആ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി തകർത്ത് തന്നിട്ട് ഒരു നീതിയുടെ വസ്ത്രം നമ്മൾ ഉടുപ്പിച്ചു. ആ നീതിയുടെ വസ്ത്രത്തിലൂടെ നീ നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാ. സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ നിനക്ക് നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാ. നീ നീതിമാനാ. ഈ നീതി വെളിപ്പാട് നിന്റെ അകത്ത് വേണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ സമാധാനം അനുഭവിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെപ്പോഴും പാടാറില്ലേ, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇഷ്ടമല്ല കർത്താവിനെ കാണാൻ. നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച, നമുക്ക് വേണ്ടി ദുരിതം അനുഭവിച്ച കർത്തൃമേശയുടെ സമയത്ത് മാത്രം അഭിനയിക്കല്ലേ. ഇത് ഓരോ സെക്കൻഡിൽ നിന്റെ അകത്ത് വേണ്ട ഫീലിംഗ് ആണ്. 24/7 നിന്റെ അകത്ത് വ്യാപരിക്കണം. എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ചുടുരക്തത്തിന്റെ വിശുദ്ധതലം. അവിടെയാണ് കർത്താവിൽ, അവിടെ അപ്പോളൊക്കെ പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, ഞാനല്ല ജീവിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വെളിപ്പാടിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം എന്റെ അകത്ത് വർദ്ധിച്ചപ്പോൾ പൗലോസ് പറയാണ്, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ സകലതും നിങ്ങൾക്ക് നഷ്ടമായാലും, ഹല്ലേലൂയ, ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നല്ലതായിട്ട് വന്നില്ലെങ്കിലും, ഹല്ലേലൂയ, കർത്താവിനോട് പറഞ്ഞുകൊള്ളണം, എൻ്റെ കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എൻ്റെ ലൈഫിൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും യേശുവാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിയണം. ആ ചുടുചോര രക്തം വീഴുന്ന ഓരോ രംഗങ്ങളിലും എന്റെയും നിങ്ങളുടെയൊക്കെ മുഖമായിരുന്നു കർത്താവിന്റെ മനസ്സിൽ.
എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ പറ്റും? റെവലേഷനിൽ ഇത് കയറണം. ഇത് ആത്മസഭകൾക്ക് നഷ്ടപ്പെട്ടു. യേശു ക്രിസ്തുവിനുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. യേശു എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയാനാകാത്ത ആത്മീയ നേതൃത്വങ്ങൾ അതിനും ഇതിനും വഴക്കും അടിയും കൂടുമ്പോൾ ഇന്ന് മുതൽ വെളിപ്പാടിലുള്ള ഒരു തലമുറ ഈ ഇൻ ഗ്രേസിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരണം. ഷബറകല മധുര റഗസി അർദ്ധന റഗക്ഷകം ധന റിഗല ധരാസ് മനേധരെ. ഹാലിൽ നമ്മൾ പരാജയപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ വിജയിക്കാൻ വിളിക്കപ്പെട്ടവരാ. കാരണം ലോകത്തെ ജയിച്ചവൻ നിന്റെ അകത്തിരിക്കുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ക്രിസ്തുവിനെ കാണാൻ ഇറങ്ങിയ നമ്മള്, ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് ക്രിസ്തുവിന്റെ ആ നിത്യതയിലെത്തുവാൻ. നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ് പ്രിയമുള്ളവര്. ഇവിടെ നമ്മൾ വെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളെല്ലാം എത്ര വയസ്സ് വരെ നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 70-80 വയസ്സ് മാക്സിമം. പിന്നീടായാൽ കഷ്ടതയും പ്രയാസങ്ങളും. ഓൾറെഡി ഇപ്പൊ 70-80 അല്ല, അതിന് മുമ്പ് തന്നെ കഷ്ടതയായി. എത്രയോ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് എന്നും സന്തോഷം തരത്തില്ല. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധമൊക്കെ ആയതുകൊണ്ട് മോനെ നമുക്കുള്ളത് കൊണ്ടൊക്കെ ജീവിക്കാം, നാട്ടിൽ വന്നോ, നാട്ടിലേക്ക് പോരേന്ന് പറഞ്ഞു. ഈ ന്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നാട്ടിൽ വന്നാലേ വെള്ളപ്പൊക്കം വരും, ഗൾഫിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരും, യൂറോപ്പിലാണെങ്കിൽ അടുത്ത ഇഷ്യൂ വരും, എല്ലാ പ്രതിസന്ധി എല്ലാ രാജ്യത്തും വരും. ലോകത്ത് ഒരു സ്ഥലവും സുരക്ഷിതമല്ല, സേഫ് അല്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോഴും അവിടെ സേഫ് സോണിലല്ല നമ്മൾ. ഇവിടെ നമ്മൾ സേഫ് സോണിലല്ല. ഹല്ലേലൂയ. നമ്മുടെ സേഫ് സോൺ ക്രിസ്തുവിലാണ്. അത്യുന്നതന്റെ മറവാണ്, രഹസ്യ സങ്കേതമാണ്, നിത്യതയാണ്, സ്വർഗമാണ്. ഈ വെളിപ്പാട് കത്തിയ ആൾക്കാരാണ്. ഹല്ലേലൂയ. അസാധാരണമായ, നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസംഗത്തിലും പാട്ടുകളിലും ഒക്കെ ഭയങ്കരമായ നിത്യതയുടെ ഹല്ലേലൂയ സ്തോത്രം സ്വപ്നങ്ങൾ വ്യാപരിച്ചിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമുക്ക് കിട്ടാനുള്ളതിനെ പറ്റിയുള്ള വരികൾ മാത്രമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ഭക്തൻ പാടിയ വരികളെ പറ്റി ഞാൻ 1-2 വാക്യം പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോലെ വാഞ്ചിക്കുന്നു എന്നൊരു ഭക്തൻ പറയുകയാണ്. സ്തോത്രം. എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മുറിവേറ്റ യേശുവിന്റെ ശരീരം, ആ മുഖം, അവിടെ ഒരു ചുംബനം കൊടുക്കാൻ, ഒരു ഉമ്മ വെക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നു? അപ്പോൾ ഇതൊരു ഇന്റിമേറ്റ് റിലേഷനിലേക്ക് നമ്മൾ വന്നേ മതിയാവും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഇവിടെ പറയാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ക്രിസ്തുവിൽ വസിക്കണം, ദൈവത്തിൽ വസിക്കണം, അത്യുന്നതന്റെ മറവിലേക്ക്, രഹസ്യ സങ്കേതത്തിലേക്ക്, സർവശക്തന്റെ നിഴലിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്നാണ് പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിനർത്ഥം പ്രശ്നമില്ലെന്നല്ല. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്ന പോലെ, ഞാൻ ഈ ബലഹീനതയിൽ, കഷ്ടതയിൽ, പ്രയാസത്തിൽ ഇരിക്കുവാൻ പൗലോസ് പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താ കാരണം എന്നറിയോ? എനിക്ക് അവന്റെ കൃപയധികം കിട്ടൂലോന്ന്. എന്നെ മനുഷ്യനായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച്, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ നമ്മൾ കഷ്ടം മാറാൻ വേണ്ടി മല്ലടിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പോള് പറയാ, ഞാൻ ഈ കഷ്ടത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താ? എൻ്റെ കർത്താവിന്റെ ഗ്രേസ് ഇങ്ങനെ പകരി എൻ്റെ മേലെ, അവന്റെ കൃപ വർദ്ധിക്കുക. കഷ്ടതയുടെ ആഴങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തുമ്പോഴും ഒരു ഭക്തൻ, വെളിപ്പാടുള്ളൊരു ഭക്തൻ പറയുക, അവന്റെ ഗ്രേസ് അധികം കിട്ടത്തില്ലേ? അപ്പൊ അവന്റെ കൃപ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ അധികമായി പകരണമേ എന്ന്. ഇന്ന് പകൽ പരിശുദ്ധനും പറയാണ്, ഏത് കഷ്ടതയുടെ നടുവിലും അവന്റെ കൃപയുണ്ടോ അത് നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി എന്ന്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗത്ത് തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആരും നശിച്ചു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ആരും നശിച്ചു പോകരുത്.
അല്ലെ, മനുഷ്യന്മാർ ആഗ്രഹിക്കും മറ്റവൻ നശിച്ചു പോകട്ടെ എന്ന്, അല്ലേ? നമ്മൾ പ്രാകും, അവൻ നശിച്ചു പോകട്ടെ എന്ന്. പക്ഷെ ദൈവം പറയാണ് ആരും നശിച്ചു പോകരുത്. പിശാച് എന്തിനാ വരുന്നത്? അറുക്കാനും മുടിപ്പാനും കള്ളം വരുന്ന പോലെ നിന്റെ കുടുംബം കുളം തോണ്ടാൻ തന്നെയാണ് പിശാച് വരുന്നത്. നിന്റെ കുടുംബം ഇല്ലാതെയാവാൻ, നശിപ്പിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, നിങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ ഒക്കെ തകർത്ത് കളയാനാ. പക്ഷെ ദൈവം നോക്കിക്കേ, ആരും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം. ഈ ഭൂമിയിലെ ബ്ലെസ്സിങ്സ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിത്യമായ ജീവിതം, സന്തോഷമുള്ള ജീവിതം. ഹല്ലേലൂയ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, ഒരടി കൂടി കയറ്റിപ്പറഞ്ഞാൽ അമ്മായിമ്മ പോരില്ലാത്ത, മരുമകളുടെ ശല്യമില്ലാത്ത, കടഭാരില്ലാത്ത, EMI ഇല്ലാത്ത, ലോൺ ഇല്ലാത്ത, ഏറ്റവും സന്തോഷമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ഒരു ദൈവത്തിന്റെ തേജസ് അനുഭവിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടേക്ക് പോകാനാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വെളിപ്പാടില്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് അവിടേക്ക് പോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ തന്നെത്താൻ ഒരുക്കുന്ന കാന്തയായി നമ്മൾ മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ഹല്ലേലൂയ, സ്തോത്രം, ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ഇതൊരു തത്വമായി ദൈവം എഴുതി വെച്ച് നടക്കുന്ന ദൈവമല്ല. അതിന്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി ചില സ്റ്റെപ്പുകൾ ദൈവം വെച്ചു. എന്താ ചെയ്തേ? സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. ആര് ചെയ്യും ഇങ്ങനെ? ആര് ചെയ്യും? നമുക്ക് വേണ്ടി ആ കുഞ്ഞാട് യാഗമായി മാറിയെന്ന്. അത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നത്. എന്നെ പോലെ, നിങ്ങളെ പോലെ സാധാ മനുഷ്യരെ രക്ഷിച്ചെടുക്കുവാൻ കുഞ്ഞാടിനെ വിട്ടുകൊടുത്തു. തകർത്ത് കളയുവാൻ സുന്ദരനായിരുന്നവനെ വിരൂപനാക്കി കളഞ്ഞു. ഹല്ലേലൂയ. രോഗം ശീലിച്ചവനായിരുന്നു. സ്തോത്രം. മനഃപൂർവ്വമായി ആ യാഗം അനുഭവിച്ചു. ഉഴവുചാൽ പോലെ ശരീരം കീറി, രക്തം ധാരധാരി ഒഴുകി കണ്ണുകളിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ആ വേദനയുടെ, സ്തോത്രം, ആ അനുഭവം നമുക്ക് കാണാൻ പറ്റും യേശു കർത്താവിന്റെ. പക്ഷേ ഒരു വാക്കുപോലും മിണ്ടിയില്ല. സകല അധികാരമുള്ളവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു, മിണ്ടാതെയായി. പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ മിണ്ടരുത്, നിനക്ക് വേണ്ടി ചലിക്കുന്ന സ്വർഗമുണ്ട്, നിന്നെ ആദരിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടാ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച്, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സർവശക്തിക്കും മുകളിലായി ആ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരുത്തി. അതുകൊണ്ടാണ് നമ്മളോട് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒന്നിനും വഴക്കടിക്കാനും തല്ലുകൂടാനും ഒന്നും പോയേക്കരുത്. ഈ ഭൂമിയിലെ സ്ഥാനങ്ങൾക്ക് വേണ്ടി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, സെൻട്രൽ പാസ്റ്റ് ഇതിനു വേണ്ടി അടികൂടാൻ പോകരുത്. നിനക്ക് വേണ്ടി ഒരു ബിഗ് പൊസിഷൻ, ദ ബെസ്റ്റ്, സ്വർഗത്തിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പാടിലിരിക്കണം. അത് തന്നെ 6:7 എഫെസ്യ ലേഖനം 2:6-7 ഇത് തന്നെയാ പറയുന്നത്. നിങ്ങളെയും അവിടെ ഇരുത്തി. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന യേശു പറയാണ്, ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. കണ്ടോ? ഞാൻ ജയിച്ച് സിംഹാസനത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന സ്ഥലത്ത്. എന്തോ പ്രൊവിഷനാ ഇത്! നമ്മൾ എന്താ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ ചർച്ചിലൊക്കെ പോയി ഞായറാഴ്ച എല്ലായിടത്തും പോയി നമ്മൾ കുറെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കാന്നോ? നോനോ, ഈ വെളിപ്പാടകത്ത് കയറിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇങ്ങനെയൊന്നും ഇരുന്നാൽ പറ്റത്തില്ലെന്ന്. നിത്യതയിൽ നമ്മൾ പോകത്തില്ല. നമ്മൾ ഫ്ലെക്സും ബോർഡും ഒക്കെ മരിക്കുമ്പോൾ നമ്മൾ വെക്കും, നിത്യതയിൽ ഇമ്പങ്ങളുടെ പറുദീസയിൽ നിന്നൊക്കെ. നോ, ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. വ്യത്യാസമുണ്ട്. ആത്മതലങ്ങളിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. കണ്ടോ? നമ്മൾ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നരകത്തിൽ പോകാൻ ദൈവത്തിന് വേണ്ടി അങ്ങനെ വിചാരിക്കാമായിരുന്നില്ലേ? സ്തോത്രം. നമ്മൾ ആരെങ്കിലും ചെയ്യോ? ഒരു പരിചയമില്ലാത്ത സ്തോത്രം, ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? എന്തെങ്കിലും ഫേവർ ചെയ്യുവോ? സാധ്യത വളരെ കുറവാണ്. അടുത്തുള്ള പരിചയമുള്ള സ്വന്തം, നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ചങ്കുകളായിരിക്കുന്നവർക്ക് വേണ്ടി പോലും ഉപകാരം ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒന്നും ഒരു പരിചയമില്ലാത്ത കർത്താവ് സ്വയം വിട്ടുകൊടുത്തു മരണം ആസ്വദിച്ച് ആ യാഗമായി മാറി എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകതയില്ലേ? അതാണ് ദൈവസ്നേഹത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദിസ് ഈസ് സംതിങ് പ്രഷ്യസ്, വിലയുള്ളതായത്. കർത്താവിന്റെ കൂടെ ജീവിതം എന്ന് പറയുന്നത് വിലയുള്ളതാണ്.
ഹല്ലേലൂയ. നമ്മളെ കളിയാക്കുന്നവരുണ്ടാകും, എപ്പോഴും പ്രാർത്ഥനയെന്ന് കളിയാക്കുന്നവരും പറയുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഇത് വിലയുള്ളതാണ്, ഇത് ശ്രേഷ്ഠമാണ്, ഇത് പ്രഷ്യസ് ആണെന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക വെളിപ്പാടിലേക്ക്, ദൈവിക ദർശനങ്ങളിലേക്ക്, അതേ പ്രാർത്ഥനാ മുറിയിലേക്ക്, അതേ രഹസ്യ സങ്കേതത്തിലേക്ക്, അതേ ക്രിസ്തു വെളിപ്പാടിലേക്ക്, ക്രിസ്തു പരിജ്ഞാനത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഒരൊറ്റ കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അല്ലെ, മത്തായി സുവിശേഷം 28 അവസാന ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ പുറപ്പെടണം. ആദ്യ ഭാഗത്ത് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ പുറപ്പെടണം. എങ്ങോട്ട് പുറപ്പെടണം? ലോകത്തിന്റെ അറ്റത്തോളം പുറപ്പെടണം. എന്തു പറയണം? സുവിശേഷം പറയണം. സുവിശേഷം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് പറയണം. ക്രിസ്തു ആരാണ്? നമ്മളെ രക്ഷിച്ച കർത്താവിനെ പറ്റി നിങ്ങൾ പറയണം. ക്രിസ്തുവിനെ കുറിച്ച് പറയണം. ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഏത് സ്ഥലത്ത് പോയാലും എന്നെ രക്ഷിച്ച, എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ, എനിക്ക് ജോലി തന്ന കർത്താവും എൻ്റെ ഭൗതിക നന്മകൾ തന്ന കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ അകത്ത് ഇത് പറഞ്ഞാൽ അവൻ പറയും, ഞങ്ങളും ഇന്നടുത്ത് പോകുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾ കൃപാസനത്തിൽ പോകുന്നു, ഞങ്ങൾക്ക് ബ്ലെസ്സിങ് സ്വീകരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അമൃതാനന്ദമയുടെ അടുത്ത് പോയി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് പല സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയി ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നേ. എൻ്റെ പ്രിയമുള്ളവർ, പ്രാർത്ഥിക്കാത്തവൻ ഇവിടുത്തെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമയാണ്. പ്രാർത്ഥിക്കാത്തവന് ദ ബെസ്റ്റ് കാറ്, നമ്മൾ കാണാത്ത BMW ഏറ്റവും പുതിയ വേർഷനിൽ പോലും, ഹൈബ്രിഡ് വേർഷനിൽ പോലും യാത്ര ചെയ്യുന്ന കോടീശ്വരൻ പ്രാർത്ഥിക്കാത്തവൻ. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച അനുഗ്രഹം ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുക. നോ, ദറ്റ് ഈസ് റോങ്. ദൈവം നമുക്ക് എല്ലാ ആവശ്യമായ നന്മകളൊക്കെ തരും. നമ്മൾ അതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പത്രോസിന് കിട്ടിയ മീന്റെ പടക് നിറച്ച് അടുത്ത ബിസിനസ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. ആ ബോട്ട് വിറ്റ് അടുത്ത ബോട്ട് മേടിച്ച് മറ്റുള്ളവരെ കൂട്ടി അടുത്ത ബിസിനസ് ചെയ്യാനുള്ള നല്ലൊരു സാധ്യത ഉണ്ടായിട്ടും അവൻ വീണത് യേശുവിന്റെ കാൽക്കൽ. ഞാൻ പാപിയാ, എനിക്ക് കുറവുണ്ടെന്ന് സമ്മതിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവനെ ജാതികളുടെ മുമ്പിൽ സാക്ഷിയായി നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മ നമ്മളോട് കൈമാറുകയാണ്. അവന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് ഓരോ സെക്കൻഡിലും ഒരു ദൈവത്തിന്റെ പൈതലായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ഇന്ന് പകൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ ഞങ്ങൾ കേട്ട അങ്ങയുടെ ശുദ്ധവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളൊന്നും മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും ഞങ്ങളുടെ കർത്താവിൻ്റെ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുകയാണ്. എന്തിനെന്നോ ഏതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ കുടുംബത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിലൂടെ ചില ചേഞ്ചസ്, ഞാൻ ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, ഞാൻ പഠിക്കാൻ പോകുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ, എൻ്റെ ഫോൺ കോളുകളിൽ, എൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകളിൽ എവിടേക്കോ പരിശുദ്ധ ആത്മാവ് എനിക്ക് വേണ്ടിയുള്ള ഒരു ആത്മാവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിലൂടെ ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ട ചിലരെ കർത്താവെ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ വെളിപ്പാട് അകത്ത് കയറി സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗം ശീലിച്ചവനായിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ അടികളാൽ സൗഖ്യം വരട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, കടഭാരത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസായി മാറട്ടെ. കർത്താവ്, ഇന്ന ആവശ്യത്തിന് വേണ്ടി മുട്ടിപ്പായി കരയുന്ന ആരുടെയെങ്കിലും ഹൃദയം ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തന്നെ അത് നിർവഹിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ശക്തമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ ഒരു കളങ്കം പറ്റാതെ, ലോകത്തിന്റെ മാലിന്യം പറ്റാതെ ആ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു എക്സ്ട്രാ അനോയിന്റിങ്, അധിക അഭിഷേകം കർത്താവ്, ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ആത്മശക്തിയാൽ നിറയ്ക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കട്ടെ. അവർ പുറത്തു വരുമ്പോൾ ബുദ്ധിയുള്ള, വെളിപ്പാടുള്ള കുഞ്ഞുങ്ങളായി തലമുറ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാക്കളെ, ഞങ്ങളുടെ പിതാക്കളെ ഏൽപ്പിക്കുന്നു. അവർക്ക് ഈ ദിനങ്ങളിൽ ഒരു പ്രത്യാശ കൊടുക്കട്ടെ. ക്ഷീണവും നിരാശയൊന്നും അവരുടെ ഉള്ളിൽ വരരുത്. വലിയ പ്രത്യാശ വരണം.
എൻ്റെ യേശുവിനെ കണ്ടുമുട്ടുവാൻ, നിത്യതയിൽ ആ വെളിപ്പാട് പ്രാപിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ സഹായിക്കണം. ഞങ്ങളുടെ യുവാക്കളെ, യുവതികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ കളങ്കം പറ്റാതെ ബുദ്ധിയുള്ള കന്യക ജീവിച്ചതുപോലെ അധിക പ്രാർത്ഥനയോടെ, അധിക ഉപവാസത്തോടെ, അധിക വചനധ്യാനത്തോടെ ഇരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ മറന്നുപോയാലും ഈ കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ഇൻ ദ സീക്രട്ട് പ്ലേസ്, ഇൻ ടു ദ സീക്രട്ട് പ്ലേസ്, രഹസ്യ സങ്കേതത്തിലേക്ക്, പ്രാർത്ഥന മുറികളിലേക്ക് കയറുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.